പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. സുപ്രസിദ്ധ എഴുത്തുകാരനായ റോബിൻ ശർമ്മ എഴുതിയ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ് ഹു വിൽ ക്രൈ വെൻ യു ഡൈ. ഏറ്റവും ശ്രേഷ്ഠമായ 101 സന്ദേശങ്ങളുടെ സമാഹാരമാണ് റോബിൻ ശർമ്മയുടെ പ്രകൃഷ്ടമായ കൃതി. ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് നിശ്ചയമായി വായിച്ച് ഗ്രഹിച്ചിരിക്കേണ്ട ഉദാത്തമായ ഭാവങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ആകെത്തുകയാണ് ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്ന റോബിൻ ശർമ്മയുടെ ഏറ്റവും സുന്ദരമായ പുസ്തകം. അദ്ദേഹം പറയുന്നു, നീ ജനിച്ചപ്പോൾ നീ വാവിട്ട് കരഞ്ഞു, എന്നാൽ നിന്റെ ജനന വാർത്ത അറിഞ്ഞ മറ്റുള്ളവരെല്ലാം ആഹ്ലാദം കൊണ്ട് തിമിർത്താടി. നിന്റെ ജനന വാർത്ത അറിഞ്ഞ് മറ്റുള്ളവരെല്ലാം ഏറെ ആഹ്ലാദ ചിത്തരായി തീർന്നു. അവർ പരസ്പരം സന്തോഷം പങ്കുവച്ചു. അതൊരാഘോഷമായി ആനന്ദമായി മാറി. എന്നാൽ നിനക്ക് അത് കരച്ചിലിന്റെ വേളയായിരുന്നു. കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ആകുലതകളും അസ്വസ്ഥതകളും സങ്കീർണതകളും നൂലാമാലകളുമുള്ള ഈ ലോകത്ത് നിന്ന് നീ വേർപിരിയുമ്പോൾ നിനക്ക് ഏറെ ആശ്വാസമുണ്ടാകും. എന്നാൽ നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്നെ ഓർത്ത് വാവിട്ട് കരയും. അവരുടെ കണ്ണുകൾ നിറയും, ഹൃദയം തിങ്ങി വിങ്ങും. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവർ ഏറെ വേദനിക്കും. റോബിൻ ശർമ്മ പറയുകയാണ്, താൻ ഒരു യുവാവായിരുന്നപ്പോൾ തൻ്റെ അച്ഛൻ പലപ്പോഴും തന്നോട് പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ശാന്തസുന്ദരമായ പ്രപഞ്ചത്തെ വിട്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പര്യവേഷണം നടത്തുകയാണ്. അവിടെ ജീവനുണ്ടോ? മനുഷ്യന് ജീവിക്കാൻ കഴിയുമോ? അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? അവിടുത്തെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത്? ഏതെല്ലാം വാഹനങ്ങൾ, ഏതെല്ലാം സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവിടെ എത്തിച്ചേരാൻ സഹായകരമാവുക? ഇങ്ങനെ അനേകം ചിന്തകളിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. ഇതാ ഇപ്പോൾ ചന്ദ്രനിൽ വരെ മനുഷ്യൻ കടന്നു ചെന്നു. എന്നാൽ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാർക്കുന്ന വേദനപ്പെടുന്ന, മനം തകർന്നു പോയ, അസ്വസ്ഥരായ നിന്റെ സഹോദരന്റെ അടുക്കിലേക്ക് റോഡ് മുറിച്ച് കടന്നു ചെല്ലാൻ നിനക്ക് സാധിക്കുന്നില്ല. അവന്റെ വേദനകളിലേക്കും അവന്റെ ദുഃഖങ്ങളിലേക്കും കടന്നു ചെല്ലാൻ നീ പരാജയപ്പെട്ടു പോകുന്നു. നിന്റെ ചുറ്റുപാടും പാർക്കുന്നവരുടെ അസ്വസ്ഥതകൾ അറിയാനും ആകുലതകൾ അറിയാനും അവരെ ആശ്വസിപ്പിക്കാനും നിനക്ക് സാധിക്കാതെ വരുന്നു. പക്ഷേ നിന്റെ ചിന്തകൾ മുഴുവൻ മറ്റ് ഗ്രഹങ്ങളിലേക്ക് കടന്നു ചെന്ന് പാർക്കണമെന്ന റോബിൻ ശർമ്മ പറയുന്നു, സമൂഹ മാധ്യമങ്ങൾ പ്രചാരം നേടിയ ആധുനിക കാലഘട്ടത്തിൽ നിനക്ക് അനേക സുഹൃത്തുക്കളുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ അനേകം ലൈക്ക് കിട്ടുന്നുണ്ട്, അനേകം ഫ്രണ്ട് റിക്വസ്റ്റ് കിട്ടുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളിൽ നിന്റെ തൊട്ടടുത്ത് പാർക്കുന്നവനെ നിനക്കറിയില്ല. നിന്റെ വീടിനോട് ചേർന്ന് പാർക്കുന്നവരെ നിന്റെ സൗഹൃദ വലയങ്ങളിലേക്ക് നീ ഇനി ചേർത്തിട്ടില്ല. അങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതമെന്ന് റോബിൻ ശർമ്മ രേഖപ്പെടുത്തുകയാണ്. അനേകം കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. ഈ പുസ്തകം നിറയെ നാം വായിച്ചിരിക്കേണ്ട അനേകം യാഥാർത്ഥ്യങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ദിശ എങ്ങോട്ടാണ്? നാം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നാം ജീവിക്കുന്നത്? മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? എത്രത്തോളം നമ്മുടെ ബന്ധങ്ങളെ
ഊഷ്മളതയോടെ പരിപാലിക്കാൻ, കരുതലോടെ ശുശ്രൂഷിക്കാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക. റോബിൻ ശർമ്മയുടെ ഈ നല്ല പുസ്തകം നമ്മുടെ ജീവിതത്തെ ഉടച്ചു വാർക്കുവാൻ സഹായകരമായി തീരും. റോബിൻ ശർമ്മ നമ്മുടെ മുന്നിൽ വെക്കുന്ന ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഏറ്റെടുക്കുവാൻ, നമ്മളിൽ ഒരു രൂപാന്തരീകരണം വരുത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സൃഷ്ടിക്ക് ഒരു വലിയ വിപ്ലവാത്മകമായ മാറ്റം മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ? നീ മരിക്കുമ്പോൾ നിനക്ക് വേണ്ടി കരയാൻ ആരുണ്ട്? എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യവും സന്തോഷവും പ്രതീക്ഷകളും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനാമൃതതാമൃതരാംഗ്രിയുഗാത്മവിലാസ महितामलतारग वचनामृततामृतराङ्ग्रियुगात्मविलासा